ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുവാൻ പാടില്ലാത്ത ഒരു വസ്തുത ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്നുള്ള പദമാണ്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ എന്നുള്ള വാക്കാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ള ആശയോടും ആഗ്രഹത്തോടും കൂടിയാണ് ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നതെന്നും ആ നിലകളിൽ നമുക്ക് വേണ്ടി ദൈവം തൻ്റെ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ദൈവത്തോടു കൂടെയുള്ള ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങളെ തകർത്ത് കളയുന്ന, നിങ്ങളെ അകറ്റിക്കളയുന്ന ചില വഞ്ചകർ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുമെന്നും അവരാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിപ്പാൻ സൂക്ഷിക്കണമെന്നും ഓർമ്മിപ്പിച്ചുണർത്തുന്നു. ദൈവരാജ്യത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും അകറ്റിക്കളയുന്ന 10 കൂട്ടം ആളുകളെക്കുറിച്ച് 9-10 വാക്യങ്ങൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ 10 കൂട്ടം ആളുകളോട് കൂടെ നിങ്ങൾ ചേർന്ന് ജീവിതം മുന്നോട്ട് കഴിച്ചാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നവരായി തീരുകയും ദൈവരാജ്യത്തിൻ്റെ അവകാശം നഷ്ടപ്പെടുന്നവരായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആരാണ് ഈ 10 കൂട്ടം ആളുകൾ? ദുർനടപ്പുകാർ, വിഗ്രഹാരാധനികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ. ഈ 10 കൂട്ടം ആളുകളെയും ദൈവം വെറുക്കുന്നു എന്നും ഈ 10 കൂട്ടം ആളുകൾക്കും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശം പ്രാപിപ്പാൻ കഴിയുകയില്ലെന്നും വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങളുടെ സൗഹൃദം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ
നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളും ഈ വചനചിന്തയ്ക്കുള്ളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആകയാൽ എന്നെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കെ ആ ദൈവരാജ്യത്തിൽ നിന്നുള്ള അവകാശം നഷ്ടപ്പെടുന്ന തലത്തിൽ നമ്മെ വഞ്ചിപ്പാൻ വേണ്ടി നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുന്ന കൂട്ടരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് അകന്നു മാറുകയും നമ്മുടെ ദൈവത്തോടു കൂടെ സമാധാനമുള്ള സന്തോഷമായുള്ള ഒരു മനോഹരമായ ഒരു ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരേണ്ടതിനും നമുക്ക് നമ്മളെ സമർപ്പിക്കുന്നവരും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായി തീരണം. അതിന് എൻ്റെ കേൾവിക്കാർക്കായി നിങ്ങൾക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾ വഞ്ചിപ്പാൻ വേണ്ടി ഞങ്ങളുടെ സമീപത്തേക്ക് വരുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുന്ന ആരോടും ഞങ്ങൾ കൂടെ കൂടുവാൻ ഞങ്ങളെ ദൈവമേ അങ്ങനെ ഒന്നും അനർത്ഥങ്ങളുണ്ടാവാൻ ദൈവം സഹായിക്കുമാറാകണേ. ദൈവമേ, മുന്നോട്ടുള്ള എൻ്റെ പ്രാർത്ഥന കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കണേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.